കേസിൽ കുടുക്കി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും സധൈര്യം രാഹുൽ ഗാന്ധി മതേതര ഇന്ത്യയുടെ മുഖമായി നേതാവായി മുന്നോട്ട് പോവുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം, വയനാട്ടിൽ നിന്നുള്ള പാർലമെന്റ് അംഗത്വം റദ്ദ് ചെയ്യാൻ നടത്തിയ കുൽസിത ശ്രമങ്ങൾ ഇന്ത്യ രാജ്യം കണ്ടതാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോട് ഇത്തരത്തിലുള്ളൊരു വിരോധം? രാഹുൽ ഗാന്ധി അവരുടെ നയങ്ങളെ എതിർക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വയനാട്ടിലെ പാർലമെന്റ് അംഗത്വം റദ്ദ് ചെയ്തു. മണിക്കൂറുകൾ, ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിപ്പിക്കുന്ന, ഒരിക്കലും കേട്ടുകേൾവിയില്ലാത്ത, യാതൊരു തരത്തിലുള്ള പ്രീസിഡന്റും കീഴ്വഴക്കവുമില്ലാത്തൊരു നിലപാടിലേക്കാണ് BJP ഗവൺമെന്റ് പോയത്. ഇതെല്ലാം രാജ്യത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം. ഭാരത് ജോഡോ യാത്ര നടത്തി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ മുന്നണിക്ക്, ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകി മികച്ച വിജയം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിൽ നേടി. പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് സർക്കാരിനെതിരായി, ഇപ്പോൾ അടുത്ത കാലത്തെ വിദേശ നയങ്ങൾക്കെതിരായി, അമേരിക്കയ്ക്ക് കീഴടങ്ങുന്ന ഇന്ത്യ ഗവൺമെന്റ് നയങ്ങൾക്കെതിരായി ശക്തമായി ശബ്ദിച്ചത്, പാർലമെന്റിന്റെ അകത്തും പുറത്തും ശബ്ദിച്ചത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. ലോക്സഭയുടെ സ്പീക്കർ സ്വീകരിക്കുന്ന പക്ഷപാതപരമായ നിലപാട് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗങ്ങൾ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ്. പ്രതിപക്ഷ നേതാവിനെ സംസാരിക്കാൻ അനുവദിക്കാത്ത BJPയുടെ നിലപാട്, അത് സ്പീക്കർ അംഗീകരിച്ചു കൊടുക്കുന്നതിൻ്റെ പേരിലാണ് സ്പീക്കർക്കെതിരായിട്ട് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസ് പാർട്ടി നേതൃത്വം നൽകിക്കൊണ്ടാണ്. കോൺഗ്രസിൻ്റെ കേരളത്തിൽ നിന്നുള്ള MPമാരെ ഉൾപ്പെടെയാണ് സ്പീക്കർ സസ്പെൻഡ് ചെയ്തത്. ഇതെല്ലാം വളരെ പ്രകടമാകുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധിയുമാണ് രാജ്യത്തെ BJP സർക്കാരിനെതിരായി അതിശക്തമായി പോരാടുന്നത്. പിണറായി വിജയൻ ഒത്തുകളിക്കുകയാണ്, BJPയുമായിട്ട് ഒത്തുകളിക്കുകയാണ്. അതാണ് ലാവ്ലിൻ കേസ് നീട്ടിക്കൊണ്ടുപോകുന്നത്. അതാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ഇപ്പോൾ അത് ആവിയായി പോകുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും മകനുമെതിരെയുള്ള ED അന്വേഷണം മരവിപ്പിച്ച് നിർത്താൻ അവർക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം ആരുമായിട്ടാണ് ബന്ധം? പ്രധാനമന്ത്രിയെ എതിർക്കാൻ ഒരു വാക്ക് പോലും പറയുന്നില്ല. എന്നാൽ രാഹുൽ ഗാന്ധിയെ അടിസ്ഥാനരഹിതമായിട്ട് കടന്നാക്രമിക്കുന്നു കേരളത്തിലെ മുഖ്യമന്ത്രി. ആ നയങ്ങളെ ജനങ്ങൾ ചെറുക്കുക തന്നെ ചെയ്യും. കേരളത്തിലെ നല്ലവരായ വോട്ടർമാർ മുഖ്യമന്ത്രിയുടെ ഈ തെറ്റായ സമീപനത്തെ തിരുത്താൻ അവരുടെ ബാലറ്റ് അധികാരം വിനിയോഗിക്കുക തന്നെ ചെയ്യും. വിനിയോഗിച്ച് മുഖ്യമന്ത്രിക്ക് ഇതിന് മറുപടി നൽകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ സംസ്ഥാനത്ത് CPIM BJP ഡീൽ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അത് കൃത്യമായി ഇത്ര മണ്ഡലങ്ങളിൽ ഉണ്ട് എന്ന് പറയാവുന്ന തരത്തിലേക്കുള്ള കണക്കുകളോ അതിനുള്ള സൂചനകളോ ഉണ്ടോ? അതിപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നില്ല. നമുക്ക് ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ, ഈ നിർണായകമായ തെരഞ്ഞെടുപ്പ് സമയത്ത് തമിഴ്നാട്ടിലവരുടെ മുന്നണി വോട്ട് ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ ഇവിടെ വെച്ചുകൊണ്ടാണ്. ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധിക്കെതിരെ കടന്നാക്രമിക്കുകയും പ്രധാനമന്ത്രിക്കെതിരെ അക്ഷരം പറയാതിരിക്കുകയും ചെയ്യുന്നത് തന്നെ ഇതിന്റെ പ്രകടമായ തെളിവാണ്. പാലക്കാട് ഉൾപ്പെടെ സംശയിക്കേണ്ട, കരുതേണ്ട പല മണ്ഡലങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ ഭാഗം കൂടിയാണല്ലോ CPM. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ CPM-നെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയൊക്കെയാണല്ലോ പ്രധാനമായും ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിച്ചത്. അത് കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങളാണ്. ശബരിമല, സ്വർണ്ണ കള്ളക്കടത്ത് ഉൾപ്പെടെ, സ്വർണ്ണ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ CPM സ്വീകരിക്കുന്ന തെറ്റായ നയങ്ങൾക്കെതിരെയാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചത്. അങ്ങനെ പറയുമ്പോൾ CPM-ന് അതിനെ പ്രതിരോധിക്കാൻ CPM ബാധ്യസ്ഥരാവുകയല്ലേ ചെയ്യുന്നത്? ഞങ്ങൾ BJP എതിർത്തുകൊണ്ട് തന്നെയാണ്. CPM-നെ ചില നയങ്ങളെ എതിർക്കുമ്പോൾ തന്നെ BJP-യാണ് മുഖ്യശത്രു എന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപാദിച്ചുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സർക്കാരിനെ വിമർശിക്കുന്നത്. എന്നാൽ CPM-ന്റെ സമീപനം അതല്ല. ഒരു BJP ഒഴിവാക്കിക്കൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധിയെ മാത്രം കടന്നാക്രമിക്കുക. ഒരു തുടർഭരണം LDF-ന് ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണോ BJP-യുടെ ലക്ഷ്യം? അതാണ് അത് അവരോട് ചോദിക്കണം. അല്ല, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വാർത്താ സമ്മേളനങ്ങളിലും അദ്ദേഹം കൂടുതലും എതിർത്ത് പറയുന്നത് കോൺഗ്രസിനെയാണ്. CPM-നെതിരെ കടുത്ത ആക്ഷേപങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. അതിന്റെ സൂചന തന്നെയാണ്. ഈ പരസ്പര ബന്ധത്തിന്റെ സൂചനകൾ രണ്ടു ഭാഗത്തുനിന്നും പ്രകടമാകുന്നു എന്നാണ് നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മുൻപിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ BJP CPM സഖ്യമെന്ന് ശക്തമായ ആരോപണം ഉന്നയിക്കുന്നത് യഥാർത്ഥത്തിൽ UDF മുസ്ലിം വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.